പി ജയചന്ദ്രൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പാട്ടിൻ്റെ നിലാവാണ്. ജീവിതത്തിൽ നാം ഇന്നേ വരെ കേട്ടിട്ടുള്ള മലയാള ഗാനങ്ങളിൽ ഏറ്റവും ഭാവാത്മകമായി പാടുന്ന ഭാവഗായകനാണ് ജയേട്ടൻ. പാട്ടിലാ നിലാവിൻ്റെ കുളിരുണ്ട്, ആ നിലാവിൻ്റെ സുഗന്ധമുണ്ട്. ജയേട്ടൻ പാടിയ ഓരോ പാട്ടുകളും അദ്ദേഹത്തിൻ്റെ യൗവന എന്ന് പറയുക കൗമാരസ്വരമാണ്. ഇത്രയധികം പ്രണയ എന്താ പറയുക, അതിൻ്റെ ഒരു ഭാവമുള്ള മറ്റൊരു ശബ്ദം മലയാളത്തിലില്ല. പക്ഷേ ജയേട്ടൻ്റെ ഭൗതിക ശരീരം മാത്രമേ പോയിട്ടുള്ളൂ. ജയേട്ടൻ്റെ പാട്ടുകൾ ഇവിടെ ഉണ്ട്. നമ്മുടെ മൊബൈൽ ഫോൺ എടുത്ത് വെറുതെ ഒന്ന് തൊടുക പോലും വേണ്ട, പാട്ടുകൾ ഓരോന്നായി വരും. ആദ്യം പാടിയ ഒരു മുല്ലപ്പൂമാലയുമായി എന്ന 65 പാട്ട് മുതൽ അദ്ദേഹം പുറത്തേക്ക് വരുന്നത് 1966 മഞ്ഞലയിൽ മുങ്ങിത്തോർത്തി എന്ന പാട്ടിലൂടെയാണ്, ദേവരാജ സംഗീതത്തിലൂടെ. അപ്പോൾ എല്ലായ്പ്പോഴും ജയേട്ടൻ്റെ പാട്ടിൻ്റെ ഒരു ഭാവാത്മകതയും അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിലൊരു കാമുക ഭാവവും എന്നും നിലനിൽക്കുന്നതാണ്. പിന്നെ ഒരു വലിയ ഗുരുവായൂരപ്പ ഭക്തനാണ്. സ്വർഗവാതിൽ ഏകാദശിയുടെ സന്ധ്യയ്ക്ക്, ഇന്നലെ സന്ധ്യയ്ക്കാണ് സ്വർഗവാതിൽ ഏകാദശി തുടങ്ങിയത്. ഇന്നലെ 7:45 മരിക്കുന്നു. അവിടെയും അദ്ദേഹത്തെ ദൈവം സ്വർഗവാതിൽ തുറന്നു കൊണ്ടുപോയി എന്നാണ് ആരാധകരായ എന്നെപ്പോലുള്ളവർക്ക് പറയാനുള്ളത്. ജയേട്ടനെ പോലെ ഇത്രയും മലയാള ഭാഷയുടെ ചന്തം മനസ്സിലാക്കി അതിഗംഭീരമായി റെൻഡർ ചെയ്യുന്ന പാട്ടുകാർ വളരെ അപൂർവമാണ്. അതിമനോഹരമാണ് മലയാളത്തിലുള്ള അദ്ദേഹത്തിൻ്റെ റെൻഡറിങ്. അതുപോലെ തന്നെ തമിഴ് പാട്ടുകളിലും, ഇപ്പോൾ ഇളയരാജയുടെ പാട്ടായാലും MSV സാറിൻ്റെ പാട്ടായാലും അതിലും അദ്ദേഹത്തിൻ്റെ ഒരു ഭാവ സൗന്ദര്യം വളരെ മനോഹരമാണ്. പിന്നെ കന്നഡ പാട്ടുകളായാലും തെലുങ്ക് പാട്ടായാലും എല്ലാത്തിലും അദ്ദേഹത്തിൻ്റേതായ ആ ഭാവനിലാവിൻ്റെ ഒരു കയ്യൊപ്പ് അദ്ദേഹം പതിപ്പിക്കും. ജയചന്ദ്രൻ തന്നെയാണ്, അതൊരു ഭാവചന്ദ്രനാണ്, അതൊരു മധുചന്ദ്രികയാണ്. ഇപ്പോഴും എനിക്ക് ഇതൊക്കെ പറയുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിലൊരു തേങ്ങല എനിക്ക് വ്യക്തിപരമായി അത്രയും അടുക്കും. അതായത് അദ്ദേഹത്തിൻ്റെ വലിയ ശക്തമായ നിറത്തിലുള്ള തിരിച്ചുവരവിന് ശേഷം അദ്ദേഹം നടത്തിയ ഒട്ടനവധി പരിപാടികളുടെ ഒരു അവതാരകനായിട്ടും അദ്ദേഹത്തോടൊപ്പം സഞ്ചരിച്ച ഒരാളായിട്ടും അദ്ദേഹത്തിന് വേണ്ടി ഒരു ചാനലിന് വേണ്ടി 100ഓളം എപ്പിസോഡുകൾ ചെയ്ത ഒരാളായിട്ടും വലിയ സൗഹൃദമായത്. എൻ്റെ വീട്ടിൽ വന്നിരിക്കും, ഒഴിവ് സമയത്ത് വന്നിരുന്ന് ഞങ്ങളിങ്ങനെ മുഹമ്മദ് റാഫിയുടെ പാട്ടുകളാണ് ഏറ്റവും ഇഷ്ടം. മുഹമ്മദ് റാഫിയുടെ പാട്ട് ജയേട്ടൻ പാടുന്ന കേൾക്കണം. മുഹമ്മദ് റാഫി നമുക്ക് നൽകിയ ഭാവാത്മകത എന്ന് പറയുന്നത് ഒരല്പം പോലും ചോർന്നു പോകാതെ അതിമനോഹരമായ റെൻഡറിങ്ങാണ്. പിന്നെ ഇഷ്ടഗായിക സുശീലാമ്മയാണ്. സുശീലാമ്മയുടെ പാട്ടുകളും മുഹമ്മദ് റാഫി സാറിൻ്റെ പാട്ടുകളും MS വിശ്വനാഥ് സാറിൻ്റെ പാട്ടുകളും ദേവരാജ മാഷയുടെ പാട്ടുകളും ഉണ്ടെങ്കിൽ ജയേട്ടൻ ആർക്കും ഒരു കുഞ്ഞിനെ പോലെ കൈകാര്യം ചെയ്യാൻ പറ്റും. അപ്പോൾ പലരും റെക്കോർഡിങ്ങിന് വേണ്ടി എന്നെ വിളിക്കുന്ന സമയത്ത് ഞാൻ പറയും, നിങ്ങളൊരു കാര്യം ചെയ്തോളൂ, മുഹമ്മദ് റാഫിയുടെ പാട്ടിനെ പറ്റി സംസാരിക്കുക, സുശീലാമ്മയുടെ പാട്ടിനെ പറ്റി സംസാരിക്കുക, MSV സാറിൻ്റെ ദേവരാജ മാഷയുടെ പാട്ടിനെ പറ്റി സംസാരിക്കുക. നിഷ്പ്രയാസം ജയേട്ടനെ നമുക്ക് കൂടെ കൊണ്ടുപോകാം. മാത്രമല്ല അദ്ദേഹം പറയുന്ന എല്ലാവരോടും കൊടുക്കുന്നൊരു ഉപദേശം പാട്ടുകാരോട് പറയുന്നത്, ജയേട്ടൻ സംഗീതം പഠിച്ചിട്ടില്ല, നിങ്ങൾ സംഗീതം പഠിക്കേണ്ട, നിങ്ങൾ കേട്ടാൽ മതിയാണ്, നല്ല കേൾവിക്കാരാവുക എന്നാണ് ജയേട്ടൻ്റെ അഡ്വൈസ്. ജയേട്ടനില്ലാത്ത ഇനിയുള്ള സിനിമ ഗാനങ്ങളെക്കുറിച്ച് ഒരുപാട് പാട്ടുകാരുണ്ടെങ്കിലും ജയേട്ടൻ്റെ പോലെ പാടുന്ന ഒരു ഗായകൻ ഇതുവരെ ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാകത്തില്ല. ജയേട്ടൻ ഇത്രയും കാലം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ജയേട്ടൻ ഇല്ല എന്ന് പറയുമ്പോൾ അത് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല. അത്രയ്ക്കും വേദനാജനകമായിട്ടുള്ളൊരു കാര്യമാണ്. അദ്ദേഹത്തിന് ഒരു വർഷമായിട്ട് പാടാനൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്ന് അറിയാം. എന്നാലും അത് തിരിച്ചു വരും. അദ്ദേഹത്തിനെ കൊണ്ടൊരു നല്ലൊരു പാട്ട് കമ്പോസ് ചെയ്ത് സന്തോഷമായിട്ട് പാടിക്കണമെന്നൊരു ആഗ്രഹം ബാക്കി നിൽക്കുകയാണ്. അതിപ്പോൾ ഇനി നമുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. ജയേട്ടൻ്റെ പ്രത്യേകത അറിയാലോ, എല്ലാവർക്കും അറിയാം. ഭാവമൊന്നും മാത്രമല്ല, എൻ്റെ ചെറുപ്പകാലം മുതൽ ഇന്ന് ഇത്രയും പ്രായം അദ്ദേഹം എനിക്ക് വേണ്ടി അവസാനം പാടിയത് 77 വയസ്സാണ്. അന്ന് പാടിയ പാട്ട് പോലും മറ്റൊരാൾക്ക് അതേപോലെ പാടാൻ പറ്റില്ല. അങ്ങനെ പാടി വെച്ചിട്ടാണ് പോയിരിക്കുന്നത്. അത്രയും കാലം അദ്ദേഹം സ്വരം സൂക്ഷിച്ചിട്ടില്ല, അത് ദൈവമായിട്ട് കൊടുത്തിട്ടുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിൻ്റെ എന്താ പറയുക, ആ യൗവനം ചെറുപ്പത്തിൽ എങ്ങനെയുണ്ടായിരുന്നു അത് കുറച്ചും കൂടി സ്വീറ്റായി വരികയാണ് ചെയ്തത്. വർഷം കഴിയും തോറും, പ്രായം കൂടും തോറും സ്വരത്തിൻ്റെ മധുരം കൂടിക്കൊണ്ടേയിരുന്നു. അത് അദ്ദേഹത്തിൻ്റെ മനസ്സാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള ആ ഒരു യൗവനം, പാട്ടിനോടുള്ള ഇഷ്ടം, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വേറെ ഒന്നുമില്ല. എത്ര വഴക്കിട്ടാലും എത്ര പിണങ്ങിയാലും ആ സമയത്ത് ഒരു പാട്ടിൻ്റെ വരി ആരെങ്കിലും ഒന്ന് അവിടെ മൂളിയാൽ മതി, പിന്നെ ആ പാട്ടിൻ്റെ പുറകിൽ പോയി പിണക്കും എല്ലാം മറന്നു ജയേട്ടൻ. പക്ഷേ അതുകൊണ്ട് എന്താണ്, ജയേട്ടൻ്റെ ആ ഒരു ശുദ്ധമായിട്ടുള്ള മനസ്സുള്ളതുകൊണ്ട് തന്നെ ശുദ്ധമായ കുറേ പാട്ടുകൾ നമുക്ക് മലയാളത്തിന് അദ്ദേഹത്തിൽ നിന്ന് നമുക്ക് കേൾക്കാൻ പറ്റി. അതിനി എത്ര വർഷം കഴിഞ്ഞാലും ജയേട്ടൻ നമ്മളോട് കൂടി ഉണ്ടാകും. അദ്ദേഹത്തിന് എല്ലാ ശാന്തിയും നേരുന്നു.